ഈ കൊക്കെല്ലാം എടുത്തിട്ട് പോകുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എടുത്തേക്കായി പോകുന്നേ. നമ്മളിന്ന് പൂരത്തിൻ്റെ ലാസ്റ്റ് ദിവസത്തേക്കുള്ള പൂ പറിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ നിറച്ച് ചെമ്പകമുണ്ട്, ചോന്ന ചെമ്പകം. അപ്പോൾ ആരും പറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം തന്നെ പോയിട്ട് അതെല്ലാം പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പം ചുള്ളിപ്പൂ പറിക്കാനാണ് പോയത്. ചുള്ളിപ്പൂ കൈപ്പാട്ടിലുണ്ടാകും, അമ്മയെല്ലാം കൈപ്പാട്ടിലെല്ലാം ഇറങ്ങിയിട്ടാണ് പറിക്കുന്നുണ്ടായിനി. എന്നിട്ട് ആടുന്ന് വരുമ്പോൾ നമ്മൾ മണ്ണ് കൊണ്ടുവന്നത്. എന്നിട്ട് വീട്ടിൽ വന്ന് കാമനെല്ലാം ആക്കി. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന പൂവിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മൊട്ട് വെച്ചിട്ടാണ് നമ്മൾ കാമന് മാലയാക്കൽ. ചുള്ളിപ്പൂവിൻ്റെ മൊട്ട് കൊണ്ടും പിന്നെ ചെമ്പകപ്പൂവിൻ്റെ മൊട്ടെല്ലാം കോർത്തിട്ടാണ് കാമന് മാലയാക്കൽ. ഇതെല്ലാം നമ്മൾ രാത്രി തന്നെ സെറ്റാക്കി വെക്കും. പിന്നെ രാവിലെ എണീച്ചിട്ടാണ് പൂവിടലെല്ലാം ചെയ്ത്. നമ്മളെ വടക്കേ മലബാറിൽ മാത്രമുള്ള ഒരു ആഘോഷമാണ്, പെൺകുട്ടികളെ ആഘോഷമാണ്. നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് പണ്ടുള്ളവരെല്ലാം പറയൽ. പൂരത്തിന് പെൺകുട്ടികൾ പൂവിട്ടാൽ അവരെ കല്യാണം വേഗം കഴിയും, അങ്ങനത്തെ ഉള്ളൊരു വിശ്വാസം. അതെന്താ അങ്ങനെയെന്ന് ഞാൻ എൻ്റെ അമ്മമ്മയോട് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നത്, സതീദേവി പോയ ദുഃഖത്തിലിരിക്കുന്ന ശിവൻ പാർവതീനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ശിവൻ്റെ അടുത്തേക്ക് അയക്കും. അപ്പോൾ ശിവൻ സതി പോയ ദേഷ്യത്തിലായതുകൊണ്ട് കാമദേവനെ ഭസ്മാക്കും. അപ്പോൾ കാമദേവൻ്റെ ഭാര്യയാണ് രതിദേവി. രതിദേവി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ മഹാവിഷ്ണു പറയും വ്രതം നോറ്റ് കാമൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പൂജ ചെയ്യാൻ വേണ്ടി പറയും. അതാണ് നമ്മൾ പൂരമായിട്ട് ആഘോഷിക്കുന്നത്. അതന്നെ 7 ദിവസമായിട്ട് ആഘോഷിക്കുന്നവരുണ്ട്, 9 ദിവസമായിട്ട് ആഘോഷിക്കുന്നവരുണ്ട്. നമ്മളിവിടെയെല്ലാം 9 ദിവസമായിട്ടാണ് ആഘോഷിക്കുക. ആദ്യത്തെ 3 ദിവസം കിണറിൻ്റെ അടുത്താണ് പൂവിടുക. പിറ്റത്തെ ദിവസങ്ങളിൽ നടുമുറ്റത്ത് പൂവിടുമ്പോൾ കാമനെ ആക്കിയിട്ടാണ് പൂവിടുക. അത് ആദ്യത്തെ ദിവസം 3 കാമൻ, പിന്നെ 5, 7, 9 ആ കണക്കിലാണ് പൂവിടുക. അവസാനത്തെ ദിവസം 2 വലിയ കാമനെയാണ് ആക്കുക. നമ്മളെ വീട്ടിലെ പൂരക്കുഞ്ഞ് നിലുവാണ്. നിലു നല്ല അടിപൊളിയായിട്ട് പൂവെല്ലിട്ടു. ഇന്ന് രാത്രിക്ക് തന്നെ കാമനെ നമ്മൾ പറഞ്ഞയക്കും, പാട്ടെല്ലാം പാടിയിട്ട് പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട്.